ഉദ്ധവ് താക്കറെയുടെ വാഹന വ്യൂഹത്തിന് നേരെ തേങ്ങയും ചാണകവും ഉപയോഗിച്ച് ആക്രമണം നടന്നു. കഴിഞ്ഞ ദിവസം MNS മേധാവി രാജ് താക്കറെയുടെ കാർ വെറ്റിലയും തക്കാളിയും ഉപയോഗിച്ച് ആക്രമിച്ച സംഭവത്തോടുള്ള പ്രതികാരമായാണ് ഇതെന്ന് MNS പ്രവർത്തകർ അവകാശപ്പെടുന്നു. ഉദ്ധവ് താക്കറെയുടെ വാഹനത്തിന് നേരെ തേങ്ങയും ചാണകവും ഉപയോഗിച്ച് ആക്രമണം നടന്നു. കഴിഞ്ഞ ദിവസം MNS മേധാവി രാജ് താക്കറെയുടെ വാഹനത്തിന് നേരെ വെറ്റിലയും തക്കാളിയും ഉപയോഗിച്ച് ആക്രമിച്ച സംഭവത്തോടുള്ള പ്രതികാരമായാണ് ഇതെന്ന് MNS പ്രവർത്തകർ അവകാശപ്പെടുന്നു. രാജ് താക്കറെയുടെ വാഹനവ്യൂഹത്തിന് നേരെ വെറ്റില ഉപയോഗിച്ച് ആക്രമണം നടന്നതിന് പിന്നാലെയാണ് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന പ്രവർത്തകർ ശിവസേന UBT തലവൻ ഉദ്ധവ് താക്കറെ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ തേങ്ങയും ചാണകവും എറിഞ്ഞ് പ്രതിഷേധിച്ചത്. വെള്ളിയാഴ്ചയാണ് രാജ് താക്കറെയുടെ കാർ വെറ്റിലയും തക്കാളിയും ഉപയോഗിച്ച് ആക്രമിച്ച സംഭവം നടന്നത്. സംഭവം സ്ഥിരീകരിച്ച പോലീസ് 20ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഔപചാരികമായി കേസ് രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് താനെ പോലീസിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഉദ്ധവ് താക്കറെയുടെ ബന്ധുവായ രാജ് താക്കറെ മധ്യ മഹാരാഷ്ട്ര മേഖലയിൽ പര്യടനം നടത്തുമ്പോഴായിരുന്നു സംഭവം നടന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഉദ്ധവ് താക്കറെക്ക് നേരെ ആക്രമണം നടന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ये सरकार का पूरी तरह फेलियर है कि एक इतने बड़े नेता के काफिले को आप सुरक्षा नहीं दे पा रहे हैं। कानून व्यवस्था पूरी तरह ध्वस्त हो गई है। गृह मंत्री जी को इस पर तुरंत इस्तीफा देना चाहिए. വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.